വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെമ്മീൻ ചെറുതാണ്, പക്ഷേ ഇത് പൊരിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ മുളക് ഇടുക അങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചെറിയ ചെമ്മീനാണ്, നല്ലോണം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ രീതിയിലൊന്ന് പൊരിച്ചെടുത്താലോ. അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടി എടുക്കാം. അത് കുറച്ച് ജാസ്തി ചെമ്മീനുണ്ട്. പിന്നെ മഞ്ഞളിൻ്റെ പൊടി, കുരുമുളകിൻ്റെ പൊടി, പെരിഞ്ചീരകത്തിൻ്റെ പൊടി, ഉപ്പ് ആവശ്യം പോലൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, അപ്പോൾ തന്നെ 2-3 വെളുത്ത ഉള്ളി, കുറച്ച് കറിവേപ്പില. ഇത് നമുക്കൊന്ന് ഇച്ചിരി വെള്ളം കൂട്ടിയിട്ട് അരച്ചെടുക്കാം. നമുക്ക് ഈ അരച്ച് വെച്ച മസാല ഇതിലേക്ക് ചേർത്തെടുക്കാം. ചെമ്മീൻ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുത്താൽ നല്ലൊരു പുളിപ്പുണ്ടാവും. ഇപ്പോൾ തൽക്കാലം ചെറുനാരങ്ങ ഇല്ലാച്ചയും കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കാൻ. നമുക്കിത് പൊരിച്ചെടുക്കാം. അത് പൊരിക്കുന്ന രീതി അങ്ങനെ നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് തല എടുത്തിട്ടില്ല. ചെമ്മീൻ്റെ തല വെന്ത വെള്ളം ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ തല വേവിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം അതിലൊഴിച്ച് കൊടുത്താൽ മതി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഈ പാത്രം ഓയിലും ചൂടായി വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് ചില്ലി ഫ്ലക്സ് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പില. ഈ ചില്ലി ഫ്ലക്സ് ഒന്ന് നോക്കട്ടെ. അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു പിടി തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്ന് കുറച്ചൊന്ന് മൂത്ത് വരണം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ തേങ്ങ ഒക്കെ മുരിഞ്ഞാണ് ഉണ്ടാവും. ഞങ്ങൾ ചെമ്മീൻ ഇതിലേക്ക് ഒന്ന് കൂടെ ഇട്ട് കൊടുക്കാം. അത് നല്ല എരിവും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ ഒന്ന് ചെമ്മീൻ പൊരിച്ച് നോക്കട്ടെ. ഈ ചെറിയ ചെമ്മീൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ആ തല വേവിപ്പിച്ച വെള്ളം ഉണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അതിൽ കിടന്ന് വറ്റിയാൽ നമുക്ക് ഇറക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്ന് ഇതിൽ കിടന്ന് വറ്റിക്കോട്ടെ. ഇപ്പോൾ മീൻ ഇതിൽ കിടന്ന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടാകും. ഇനി ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള പണിയെടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ ചെമ്മീൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചൊക്കെ ലൈക്ക് ചെയ്യും വേണം, ഷെയർ ചെയ്യും വേണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. തേങ്ങ കുറച്ചിട്ടോട്ടോ, ഒരു പിടി ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അടുത്തൊരു വീഡിയോ നമുക്ക് പിന്നെ കാണാം. ബൈ. പച്ചമുളക് ഓക്കെ, ബൈ.